ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങളിപ്പോൾ കാനഡയിലേക്ക് വരാൻ നിൽക്കുകയാണോ? നിങ്ങൾക്ക് കാനഡയിലെ അവസ്ഥ ഇപ്പോൾ ചിലർക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ ഇൻഫ്ലേഷൻ, പിന്നെ ജോബ് ക്രൈസിസ് ഉണ്ട്, അതുപോലെ ഹൗസിങ് ക്രൈസിസ് ഉള്ളതുകൊണ്ട് തന്നെ കാനഡയിൽ ലിവിങ് ഓഫ് എക്സ്പെൻസ് കുറച്ച്, അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് കുറച്ച് ഹൈ ആണ്. അതായത് നല്ല രീതിയിൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടുമെന്ന് നിങ്ങളുടെ ഏജൻസി പറയുകയാണെങ്കിൽ വെറും വാഗ്ദാനം കിട്ടുകയാണ്. അതുകൂടെ മനസ്സിലായിരുന്നു വരും. ഇപ്പോൾ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പലരും ഇവിടെ വന്ന 6 മാസത്തിന് ശേഷമൊക്കെയാണ് ഒരു ജോലി കണ്ടെത്തുന്നത്. സോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ജോബ് ഹണ്ടിങ് നടത്താനുള്ള ഒരു ഐഡിയ ആണ് ഇത് പലർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും ഊബർ ഈറ്റ്സ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഊബർ ഈറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ വന്ന സമയത്ത് ഇതിനെല്ലാം ആദ്യം തന്നെ നമ്മളൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. 2000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂണിഫോം, പിന്നെ ഒരു ബാഗ് കിട്ടും. പിന്നെ നിർബന്ധമായി നിങ്ങൾക്കൊരു മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ നിർബന്ധമായിരുന്നു. പക്ഷേ കാനഡയിലോട്ട് വരുമ്പോഴേക്കും ഇതൊന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യമാണ്, അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണാണ്. സോ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഊബർ ആപ്പ്, ഊബർ ഡ്രൈവിങ് അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രത്യേകമായി മോട്ടോർ ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഒന്നും വേണ്ട. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്ന് വരെ ഊബർ ചെയ്യാവുന്നതാണ്. സോ ഊബർ നടന്നു പോകുന്നതിന് ഊബർ വാക്കർ എന്ന് പറയും. ഊബർ വാക്കറിനൊരു റേഡിയസ് ഉണ്ട്. അതായത് ഏതാണ്ട് 1 കിലോമീറ്റർ, 650 മീറ്റേഴ്സ് ടു 1 കിലോമീറ്ററാണ് ഊബർ വാക്കറിൻ്റെ റേഡിയസ്. അതായത് ആ റേഡിയസിൻ്റെ ഉള്ളിൽ മാത്രം അതിന് ഫുഡ് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കൃത്യം 1 കിലോമീറ്ററിൻ്റെ റേഡിയസിൻ്റെ ഉള്ളിലാണ് ആൾ ഓർഡർ ചെയ്യുന്നതും ഫുഡിൽ റെസ്റ്റോറൻറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടും. പക്ഷേ ഊബർ വാക്കേഴ്സിന് ഓർഡേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊബർ ബൈസൈക്കിളാണ്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഊബർ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊബർ ബൈസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഊബർ ബൈസൈക്കിൾ എന്ന് പറയുന്നത് ഒരു വിത്തിൻ 7 കിലോമീറ്റേഴ്സ് റേഡിയസിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും. ചിലപ്പോൾ 10 കിലോമീറ്റേഴ്സ് വരെ പോകും. വിത്തിൻ 10 കിലോമീറ്റേഴ്സ് റേഡിയസിൽ നിങ്ങൾക്ക് ഊബർ ഓർഡേഴ്സ് എടുക്കാവുന്നതാണ്. പ്ലസ് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടുന്ന ഒരു സംഭവമാണ് ഊബർ ബൈസൈക്കിൾ. നിങ്ങൾക്ക് ബൈസൈക്കിൾ വേണമെങ്കിൽ റെൻ്റ് എടുക്കാം. ഇലക്ട്രിക് സൈക്കിൾസ് ഇവിടെ റെൻ്റ് കിട്ടും. അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഷെയറിംഗ് ടൊറൻറ്റോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഡൗൺ ടൗൺ ടൊറൻറ്റോയിൽ മാത്രം ഇങ്ങനെ ചെറിയ ചെറിയ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്പ് വെച്ചിട്ട് PBSC എന്ന് പറയുന്ന ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി ഊബർ ഈറ്റ്സ് എങ്ങനെയാണ് ബൈസൈക്കിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഊബർ ഡ്രൈവർ എന്നടിക്കുക. അപ്പോഴേക്കും ആദ്യം കാണുന്ന ഊബർ ഡ്രൈവർ ഡ്രൈവ് ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റും പിന്നെ പാസ്പോർട്ട് ഐഡൻറ്റിഫിക്കേഷനൊക്കെ ചോദിക്കും. അതെല്ലാം അപ്ലോഡ് ചെയ്യുക. അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ അക്കൗണ്ട്സിൽ ചെന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്, സൈക്കിളാണെങ്കിൽ സൈക്കിൾ, അല്ലെങ്കിൽ ഊബർ വാക്കറാണെങ്കിൽ അതെടുക്കുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗോ ഞെക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. Um, 74743. One item. Okay. Thank you. നമ്മളങ്ങനെ ഫസ്റ്റ് ഐറ്റം പിക്കപ്പ് ചെയ്തിരിക്കുകയാണ്.
നിങ്ങളിപ്പോൾ കാണുന്നതാണ് എനിക്ക് ഇന്നത്തെ ഒറ്റ ദിവസത്തെ എൻ്റെ ഊബർ ഓടിയതിൻ്റെ പൈസയാണ്. $68.27. അപ്പോൾ $68 വെറും 5 ട്രിപ്സ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ സമ്മറി എന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ഫുൾ സമ്മറി. ഞാൻ മൊത്തം ഓൺലൈൻ ഉണ്ടായിരുന്നത് 3 മണിക്കൂർ 24 മിനിറ്റ്, അതായത് അത് ഓടിയതിൻ്റെ ടൈമാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് തിരിച്ച് ഒരു 6:26 വരെ ഞാൻ ഓടിയിട്ടുണ്ട്. അത്രയും ഓടിയപ്പോൾ കിട്ടിയതാണ് $68.27. അപ്പോൾ ടിപ്പ് മാത്രമായിട്ട് $41.35 കിട്ടിയിട്ടുണ്ട്. പിന്നെ നെറ്റ് ഫെയർ $16.74. പിന്നെ ഈ പ്രൊമോഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയാസിൽ നമുക്കൊരു 1x8 എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രൊമോഷൻസ് ഇടും. അവിടെ മെയിൻലി ഡ്രൈവേഴ്സ് കുറവായിരിക്കും. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരു ഡ്രൈവേഴ്സിനെ ആകർഷിക്കാനുള്ള സംഭവം അവിടെ ചെന്ന് ഓടുമ്പോഴേക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ കിട്ടും. അതാണ് ഈ $10.18. അപ്പോൾ കാനഡയിലേക്ക് വരാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു വർക്ക് കണ്ടുപിടിക്കുന്ന വരെ ഏൺ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഈ ഊബർ ഡ്രൈവിങ്. ഒരു സൈക്കിൾ ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ സൈക്കിൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റെൻറ്റിന് സൈക്കിൾ എടുക്കാമെന്നാണ്. അതിനൊരു ചെറിയൊരു എക്സ്പെൻസ് വരും, എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോബ് ഹണ്ടിങ് നടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.